സ്വാമി, സാറാ വേണ്ട, കിടന്നോളൂ. എന്താ സ്വാമി പറ്റിയത്? തന്നെ ആരാ ഈ അവസ്ഥയിൽ എത്തിച്ചത്? ഞാൻ കണ്ടില്ല, ഇരുട്ടത്തായിരുന്നല്ലോ ആക്രമണം. ഇത് കൊട്ടേഷനോ സാറേ? കൊട്ടേഷനോ? ആരാ തനിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ? ദേവിക്കും സിദ്ധാർത്ഥനും തമ്മിലുള്ള കല്യാണം മുടങ്ങിയില്ലേ, അതിന്റെ കാരണം ഞാനാണെന്നാണല്ലോ എല്ലാവരുടെയും വിചാരം. കൊട്ടേഷൻ കൊടുത്തത് വേറെ ആരുമല്ല, അത് സിദ്ധാർത്ഥൻ തന്നെ. ജീവൻ പോവാതെ രക്ഷപ്പെട്ടത് എൻ്റെ ഭാഗ്യം. ബോധമില്ലാതെ കിടന്ന് എന്നെ വഴിയാത്രക്കാരാ ഇവിടെ എത്തിച്ചത്. തല്ലിയതാരാണെന്ന് ഒരു ഊഹമില്ലേ? ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. ആദ്യം ഒരു തുണി കൊണ്ട് എൻ്റെ മുഖം മൂടി, അതോടെ എൻ്റെ കാഴ്ച പോയി. ഒരാത്തതിന് നല്ല ഇരുട്ടുണ്ടായിരുന്നു, എൻ്റെ ബോധം പോയി. കഷ്ടമായിപ്പോയി. സ്വാമിയുടെ ഫോൺ എവിടെ? അതാ ബഹളത്തിൽ നഷ്ടപ്പെട്ടു പോയി സാർ. ഫോണ് മാത്രല്ല, പേഴ്സും പോയി. എന്നാ പിന്നെ മടിക്കണ്ട സ്വാമി, നമുക്കിപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് പരാതി കൊടുക്കാം. ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ലല്ലോ. സ്വാമിയെ തല്ലിയത് ആരായാലും അവര് നിയമത്തിന്റെ ശക്തി എന്താണെന്ന് അറിയണം. അതൊന്നും വേണ്ട, പരാതി കൊടുക്കാനൊന്നും ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. അതെന്താ സ്വാമി അങ്ങനെ? ഒരു ക്രൈം നടന്ന പോലീസിൽ പരാതിപ്പെടണമെന്ന് സ്വാമിക്കറിയില്ലേ? നിയമം അറിയായിട്ടൊന്നുമല്ല സാറേ, അതിന്റെ പിന്നാലെ തൂങ്ങി നടക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട. ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും വേണ്ടേ? സിദ്ധാർത്ഥനെ സംശയമുണ്ടെന്നല്ലേ പറഞ്ഞത്? സിദ്ധാർത്ഥനാരാ? വക്കീലാ. ഒരു വക്കീലിനെതിരെ പോലീസ് എന്തെങ്കിലും ആക്ഷൻ എടുക്കൂ, അവസാനം വാദി പ്രതിയാവും. ഞാനില്ല അതിനൊന്നും. ഒരു കണക്കിന് സ്വാമി പറഞ്ഞത് തന്നെ ശരി. അല്ലെങ്കിൽ തന്നെ പ്രതിയെ പിടിച്ചതുകൊണ്ട് നമുക്കെന്ത് കിട്ടാനാ? കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ? തല്ലുകൊണ്ടപ്പോൾ അനുഭവിച്ച വേദന പ്രതിയെ കിട്ടിയാൽ മാറുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് പരാതിയൊന്നും കൊടുക്കണ്ട. ആരെങ്കിലും ചോദിച്ചാൽ കാല് തെറ്റി വീണതാണെന്ന് പറഞ്ഞാൽ മതി. ശരി സാർ. വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ആകെ ഒന്ന് പേടിച്ചു. വിചാരിച്ചത്ര പരിക്കൊന്നുമില്ല അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ. സാർ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ, ഇത് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. അതാ നല്ലത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി സാർ. ശരി സ്വാമി. എങ്ങോട്ടാ മോളെ? അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? സിദ്ധുവിനോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? പറയാൻ എനിക്ക് സൗകര്യമില്ല. എന്തേ? ഒരു സിദ്ധു വക്കീലാണത്ര. 4 അക്ഷരം പഠിക്കാത്തവർ പോലും വീട്ടിൽ വരുന്ന അതിഥികളോട് മാന്യമായിട്ട് പെരുമാറും. അതെങ്ങനെ? അഹങ്കാരമല്ലേ? അതെടി, എനിക്ക് അഹങ്കാരം തന്നെയാ. അതുകൊണ്ടാടി എല്ലാവരുടെയും മുൻപില് തലയോർത്ത് നിൽക്കാൻ എനിക്ക് പറ്റുന്നത്. അതൊക്കെ മാറിക്കോളും. തങ്കച്ചി ആരാണെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല. പിച്ചച്ചട്ടി വാങ്ങി വച്ചേക്ക്. അവസാനം ആ അവസ്ഥയിൽ എത്തിക്കും നിങ്ങളെ തങ്കച്ചി. അവനെ മാത്രം കുറ്റം പറയേണ്ട മോളെ.
ഈ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുമ്പോ അതാരാണെന്ന് പറയാനുള്ള മാന്യത നീ കാണിക്കണ്ടേ? ഇവന്റെ എതിർകക്ഷിയല്ലേ തങ്കച്ചി? അങ്ങനെ ഒരാള് ഇവിടെ വരാൻ പാടുണ്ടോ? അല്ലെങ്കിൽ വരാൻ പാടില്ല. അവര് വന്ന് കാലുകുത്തിയ സ്ഥലങ്ങളെല്ലാം മുടിഞ്ഞ ചരിത്രമുള്ളെന്നാ കേട്ടിട്ടുള്ളത്. ആ, അത് ഈ വീട്ടിൽ സംഭവിക്കാതിരിക്കാനാ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്ര ശ്രദ്ധിച്ചിട്ടും ഇനി പ്രയോജനമൊന്നും ഇല്ല. തങ്കച്ചി അപമാനിച്ച സിദ്ധു അധികം വൈകാതെ തെരുവിൽ അന്തി ഉറങ്ങേണ്ടി വരും. അങ്ങനെയൊന്നും മോള് പേടിപ്പിക്കണ്ട. ആ അവസ്ഥ ഒരിക്കലും എന്റെ മോന് വരില്ല. ആ, നമുക്ക് നോക്കാം. ആ നോക്കാം. തങ്കച്ചിയോട് കാണിച്ചത് ഞാനും മറക്കില്ല. സത്യത്തിൽ നിങ്ങൾ അപമാനിച്ചത് തങ്കച്ചി മാത്രമല്ല, എന്നെയും കൂടിയ. അതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഹ്, നിന്നെ കെട്ടിയതിലും വലിയ എന്ത് തിരിച്ചടിയാ ഇനി എനിക്ക് കിട്ടാനുള്ളത്? ലീഗൽ അഡ്വൈസറാണത്രേ. നാണല്ലോടി നിനക്ക് തങ്കച്ചിയുടെ ശമ്പളം പറ്റാൻ. ഒരുപാട് പാവങ്ങളുടെ കണ്ണീരും രക്തവും വീണ കാശാത്. അത് വാങ്ങുന്നവര് ആരും തന്നെ ഗതി പിടിച്ചിട്ടില്ല. എന്റെ ഭാവിയെ കുറിച്ചോർത്ത് നിങ്ങൾ വേവലാതിപ്പെടണ്ട. സ്വന്തം കാലിന്റെ ചോട്ടിലെ മണ്ണൊലിച്ച് പോവാതിരിക്കാൻ നോക്കിയാ മതി. ഇനിയിപ്പോ നോക്കിയിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ വിധി തങ്കച്ചി തീരുമാനിച്ചു കഴിഞ്ഞു. കുഴപ്പമാവോ മോനെ? എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. ഓ, ഇവിടെ വന്നിരിക്കുകയാണോ? ജോലിയൊന്നും ചെയ്യാൻ ഉദ്ദേശമില്ല അല്ലേ? കെട്ടിലമ്മ ചമഞ്ഞ് സുഖിച്ചിരിക്കാവുന്ന ഒരുത്തിയും വിചാരിക്കണ്ട. ഞാൻ എന്തായാലും അത് സമ്മതിക്കത്തില്ല. ഞാൻ എന്താ ചെയ്യേണ്ട മുത്തശ്ശി? ഈ വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ട് അതൊക്കെ നോക്കിയും കണ്ടും ചെയ്തൂടെ നിനക്ക്? ദേഹാനങ്ങാതിരുന്ന് തിന്നാലേ പിത്തം പിടിക്കും. ദാ, ഈ തുണി മുഴുവൻ കൊണ്ടുപോയി അലക്ക്. ഈ ശരീരമൊക്കെ ഒന്ന് ഇളകട്ടെ. ഇതാരുടെ ഡ്രസ്സാ? ശർത്തുമോന്റെ. ഇതെന്തിനാ ഇതിന്റെ കൂടെ ഇട്ട? ഞാനിത് കഴുകില്ല. ബാക്കി ആരുടെ വേണമെങ്കിലും അലക്കാൻ ഞാൻ തയ്യാറാ.